റെഡി അല്ലേ? കേൾക്കല്ല? ഓക്കെ. ഫ്രാക്ഷൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. ഫ്രാക്ഷൻ ആണല്ലോ. ഫ്രാക്ഷൻസിന്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത്. അതില് ഏറ്റവും മെയിൻ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 കാര്യങ്ങൾ ആദ്യം പറയാം. ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്ലിക്കേഷൻ. ഓ 2/3 into 4/5 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു. മൾട്ടിപ്ലൈ ചെയ്യുക എങ്ങനെ? ഡയറക്റ്റ് ആണ്, നേരെ അങ്ങനെ ചെയ്താൽ മതി. ആൻസർ അറിയാത്തവരുണ്ടെങ്കിൽ നോക്കിക്കോ. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 4 ഇൻറ്റു ചെയ്യുക, 3 into 5 ഇൻറ്റു ചെയ്യുക. ആൻസർ കിട്ടി 8/15. ഉള്ളൂ. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ 1/4 into 3/7 ഒന്ന് ചെയ്ത് നോക്കിയേ. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ 1 into 3/4 into 7. ആൻസർ വരിക 3/28. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. 1/5 into 1/6 എങ്ങനെ ചെയ്യാം? 1/5 into 1/6. ആൻസർ 1 into 1/5 into 6. ആൻസർ വരിക 1/30. ഓക്കെ ആണോ? ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു ടൈപ്പ് ചെയ്യാം, മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരും ഞാൻ. ഒരു നമ്പർ 3 into 4/5 ഇങ്ങനെയാണ് തന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ ഇവിടെ ഈ കേസിലാവുമ്പോ ഈ 3ന്റെ താഴെ ഏതാണ് നമ്പർ? താഴെ 1 ഉണ്ട്, അതുകൊണ്ടാണ് എഴുതാത്തത്. അപ്പൊ നമുക്കറിയാം 3 into 4 താഴെ 1 ആണ്, 1 into 5. ഇതിന്റെ താഴെ എന്തുണ്ട്? 1 ഉണ്ട്. ഇതിന്റെ താഴെ 1 ഉണ്ട്. അപ്പൊ ആൻസർ 12/5 ആണ്. ഓക്കെ, 12/5 ആണ് ആൻസർ വരിക. 12/5 ആണ് ആൻസർ വരിക. ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെങ്കിൽ 7/8 into 4 ഇങ്ങനെ തരികയാണെങ്കിൽ ഇതിന്റെ അർത്ഥം ഈ 4ന്റെ താഴെ 1 ഉണ്ട്. അപ്പൊ ആൻസർ വരിക 7 into 4, ഇവിടെ 8 into 1, ഇവിടെ 1 ഉണ്ട്. ആൻസർ 28/8 ആണ്. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്, സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. 1, 3/7 into 8/9 ചെയ്ത് നോക്കാം. 2, 2/3 into 1/5. 3, 1/7 into 3/11 ചെയ്ത് നോക്കാം. അടുത്തത് 4, 1/7 into 1/10 ചെയ്ത് നോക്കാം. 5, 6 into 1/5 ചെയ്ത് നോക്കാം. ലാസ്റ്റത്തെ 6, 3/11 into 4. ഇത്രയും ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ആൻസർ ഒന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ചെയ്തോ. ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി സിംപ്ലിഫിക്കേഷൻ ഞാനിപ്പോ പറയുന്നില്ല, അത് നമ്മൾ പിന്നീട് പഠിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. ഇനി എഴുതി കഴിയാത്തവരൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാൻ അടുത്തതിലേക്ക് പോവാണ്. ഇത് ഓക്കെ ആണ്, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ ഒരു എസ് പറയാം. ഓക്കെ ആണ്, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും തോന്നുകയാണെങ്കിൽ എസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്തേ. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യേ. ഞാൻ അടുത്തതിലേക്ക് പോവാണ്. സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ടൈപ്പ്. റെഡി? ശരി, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിവിഷൻ ആണ്. ഡിവിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് ഡിവിഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിവിഷൻ ഹരണമാണെങ്കിൽ, ഉദാഹരണത്തിന് 2/3 divided by 4/5 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ വെച്ചാൽ
അപ്പൊ 2/3 ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ എഴുതാം. ഈ ഡിവൈഡിന് പകരം ഇൻറ്റു എന്ന് ഇൻറ്റു ആക്കുക. എന്നിട്ട് ഇതിനെ മറിച്ചിടണം, റെസിപ്രോക്കല് കാണും. അതായത് 5 മുകളിലും 4 താഴെയും ആക്കിയിട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് അതുപോലെ തന്നെ ചെയ്യാം. നേരത്തെ എന്താ ചെയ്തത്? 2 × 5 താഴെ 3 × 4 ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി. എന്താ കിട്ടിയേ? 10/12. ഒന്ന് നോക്കാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ചെയ്ത പ്രോസസ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി വെക്കുക. റെഡി? മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഞാൻ ഒരു ക്വസ്റ്റിനും കൂടെ അതിന്റെ കൂടെ തരും. നോക്കുക, ചെയ്ത് നോക്കൂ. ഒരു ക്വസ്റ്റിനും കൂടെ തരുന്നുണ്ട്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. 1/4 ഡിവൈഡഡ് ബൈ 1/4 ഡിവൈഡഡ് ബൈ 4/7. ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയേ. ആദ്യത്തെ നമ്പറിൽ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല, ഇൻറ്റു ആക്കിയിട്ട് രണ്ടാമത്തത് നേരെ തിരിച്ചെഴുതും. അങ്ങനെയല്ലേ പഠിച്ചത്? അപ്പൊ അതിന്റെ അർത്ഥം 1 × 7 ഉണ്ട്, താഴെ 4 × 4 ഉണ്ട്. അപ്പൊ ആൻസർ നമുക്ക് ഇങ്ങനെ പറയാം, 7/16 എന്ന് പറയാം. 7/16. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു എസ് പറഞ്ഞോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു എസ് ടൈപ്പ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കും. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നോക്കിയേ, 1/2 ഡിവൈഡഡ് ബൈ 1/3. 1/3 എന്തായിരിക്കും സംഭവിക്കാം? നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തത് മൾട്ടിപ്പിൾ ചെയ്യും. 1/2 കഴിഞ്ഞിട്ട് ഇൻറ്റു ആക്കിയിട്ട് ഇത് തിരിച്ച് എഴുതും അല്ലെ? മറിച്ച് എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടി. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി 1 × 3 ഉണ്ട്, താഴെ 2 × 1 ഉണ്ട്. ആൻസർ വരുന്നത് 3/2 ആണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? സെറ്റ് ആണോ? ഓക്കെ ആണോ അല്ലെ? അപ്പൊ ആവശ്യം വരികയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പൊ നമുക്ക് 3 ഡിവൈഡഡ് ബൈ 2/4 അല്ലെങ്കിൽ 2/7 എന്ന് തന്നു. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. 3 ഒരു ഒറ്റയ്ക്ക് ഒരു നമ്പർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ താഴെ 1 ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ സംഭവിക്കാം? 3/1 × 7/2 അല്ലെ? അവിടെ ചെയ്ത പോലെ തന്നെ ചെയ്യും. അപ്പോ 3 × 7 എത്രയാണെന്ന് നോക്കുക, 1 × 2 എത്രയാന്ന് നോക്കുക. ആൻസർ മനസ്സിലായി, 21/2 ആണ്. ഇങ്ങനെ ഏതിനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു നമ്പർ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ അതിന്റെ താഴെ 1 ഇട്ട് കൊടുത്താൽ മതി. എക്സാമ്പിൾ 7/8 ഡിവൈഡഡ് ബൈ 4 തന്നു എന്ന് വിചാരിക്കാം. അടുത്ത ക്വസ്റ്റ്യന്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ 4ന്റെ താഴെയാണ് എന്തോ ഒന്ന് മിസ്സിംഗ് ഉള്ളത്, അത് 1 ആണ് എന്ന് മനസ്സിലായി. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പൊ എന്താവും? 7/8 × 1/4. അപ്പൊ നേരത്തെ പോലെ തന്നെ ചെയ്യുമ്പോൾ 7 × 1 8 × 4 ആൻസർ വരുന്നത് 7/32 അല്ലെ? അപ്പൊ സിമ്പിൾ ആണ് സംഗതി. സിമ്പിൾ ആയ കാര്യങ്ങളാണ്. ഓരോന്ന് ചെയ്ത് വെച്ചാൽ മതി, പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് എങ്കിൽ നമുക്ക് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, എഴുതി വെക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അതൊന്ന് പഠിച്ചു വെക്കാം. യെസ്, ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ ടൈപ്പ് ചെയ്തേ. ഞാൻ പറയുന്നത് കേൾക്കുന്നെങ്കിൽ ഓക്കെ ടൈപ്പ് ചെയ്തേ. റെഡി. ഇതാ ക്വസ്റ്റ്യൻ തരുന്നു കേട്ടോ. ഒന്ന് ക്വസ്റ്റ്യൻസ് ഇതാ വരുന്നു. ഒന്ന് 4/9 ഡിവൈഡഡ് ബൈ 2/3. രണ്ടാമത്തത് 6/7 ഡിവൈഡഡ് ബൈ 1/4. മൂന്നാമത്തത് 1/3 ഡിവൈഡഡ് ബൈ 3/5. നാലാമത്തത് 1/4 ഡിവൈഡഡ് ബൈ 1/5. അഞ്ചാമത്തത് 1/5 ഡിവൈഡഡ് ബൈ 4. ആറാമത്തത്
6 divided by 2/7. ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അപ്പോ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതാണ് നിങ്ങൾക്ക് തരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻ. ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങള് ഓക്കെ 7/2 2/7 രണ്ടും സെയിം ആണോ? അല്ല അല്ല അല്ല, ഇങ്ങനെയാണ് വരുന്നത്. രണ്ടും സെയിം അല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് എഴുതി വെക്കാം. അപ്പൊ ഇത് ഒന്ന് എഴുതി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് അഡീഷനും സബ്ട്രാക്ഷനും. ഇതെല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് ഞാൻ ഒരുമിച്ച് ചെയ്യാം, ശ്രദ്ധിച്ചോളൂ. അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത് എങ്ങനെ നോക്കാം. റെഡിയാണോ? പറയട്ടെ, കേൾക്കാൻ റെഡിയാണോ? അടുത്ത് കേൾക്കാൻ റെഡിയായോ? അറിയിക്കും. ഓക്കെ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് നിങ്ങൾക്ക് സമയം എടുത്ത് ചെയ്യാം. റെഡി. ഇതാ വരുന്നു കേട്ടോ. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ രണ്ടും ഒരുമിച്ചാ പറയുന്നത്. അഡീഷനും സബ്ട്രാക്ഷനും ആണ് എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു 3/4 മൈനസ് 2/7 ഇങ്ങനെ തന്നു. അല്ല സോറി, പ്ലസ്. ഇനി മൈനസ് ആണെങ്കിൽ എന്താ വ്യത്യാസം? അത് നമുക്ക് നോക്കാം. ഇത് അഡീഷന്റെ ഒരു ക്വസ്റ്റ്യൻ, മൈനസിന്റെ വേറെ ക്വസ്റ്റ്യനും തരാം. ഈ രണ്ട് ക്വസ്റ്റ്യനും ഒരുമിച്ച് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന, എപ്പോഴും ഉപയോഗിക്കാവുന്ന ഒരു ട്രിക്കാണ് ഇത്. ഇത് 3/7 എന്ന് എഴുതാം. പിന്നെ പ്ലസ് ആണ് ഇവിടെ കാണുന്നത്, ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. 4/2 എന്ന് എഴുതാം. താഴെ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം, 4/7 എഴുതാം. ഇതാണ് ഇവിടെ ചെയ്യുന്ന മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 21 + 8/28 എന്ന് പറയാം. ഇത് 21, ഇത് 8, ഇത് 28. അങ്ങനെയാണെങ്കിൽ ആൻസർ കിട്ടിയത് 29/28 എന്നാണ് ഇതിന് ആൻസർ. ഇതാണ് പ്ലസ് ആണെങ്കിലുള്ള ആൻസർ. ഇനി മൈനസ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതെന്താ നോക്കിക്കോ. ഇതിന്റെ 3/4 മൈനസ് ആണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം കൂടി എന്ത് ചെയ്യുക, 3/7 മൈനസ് 3. സോറി, ഇതിലെ ക്വസ്റ്റ്യനില് സെയിം ക്വസ്റ്റ്യൻ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇങ്ങനെ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആക്കാം. 2/7. അപ്പൊ ആൻസർ 3/7 മൈനസ് 2/4 അല്ലെങ്കിൽ 4/2 ഡിവൈഡഡ് ബൈ 4/7. കണ്ടോ? ഇതിൽ എന്താ വ്യത്യാസം? ഇവിടെ പ്ലസ് ഉള്ളതിന് പകരം മൈനസ് ആയി, വേറൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ആൻസർ 21 മൈനസ് 8/28. അപ്പൊ ആൻസർ വരുന്നത് നോക്കിയേ, 13/28 എന്ന് കിട്ടി. ഇതാണ് അതിന്റെ വ്യത്യാസം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഒരു ചോദ്യം കൂടെ ഞാൻ തരുന്നുണ്ട്. അപ്പൊ പ്ലസ് ആണെങ്കിൽ ഇങ്ങനെ, മൈനസ് ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, ഒരു ചോദ്യം കൂടെ തരാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഒരു ചോദ്യം കൂടെ തരാം. ഓക്കെ, ഒരു ചോദ്യം കൂടെ പറയട്ടെ. ഇതാ വരുന്നു, നോക്കിക്കോ. ഇതാ വരുന്നു ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോളൂ. 1/4 പ്ലസ് 1/5 അല്ലെങ്കിൽ 1/4 മൈനസ് 1/5. ഇത് രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ടും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇപ്പൊ പറഞ്ഞു തന്നെ 1/5 നോക്കാം, പ്ലസ് 1/4 നോക്കാം, ബൈ 4/5 നോക്കാം. അപ്പൊ ആൻസർ 5 + 4 താഴെ 20, ആൻസർ 9/20 എന്ന് കിട്ടും. രണ്ടാമത്തെ കേസ് ആണെങ്കിൽ എന്താ, 1/5 മൈനസ് 1/4 ബൈ 4/5. ആൻസർ 5 കുറയ്ക്കുക, താഴെ 20, 1/20 വരും. എന്താ വ്യത്യാസം എന്ന് മനസ്സിലാവും. ക്ലിയർ?
അപ്പൊ ഇവിടെ കാര്യം മനസ്സിലായി വിചാരിക്കണം. അപ്പൊ ഇതേപോലെ ഒരു 2 ക്വസ്റ്റ്യനും കൂടെ ഞാൻ തരുന്നുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ പറയാൻ റെഡി ആയ എസ് അല്ലെങ്കിൽ സെറ്റ് എന്ന് ടൈപ്പ് ചെയ്തോ. സെറ്റ് എന്ന് ടൈപ്പ് ചെയ്തോ. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ സെറ്റ് എന്ന് ടൈപ്പ് ചെയ്തോ. ഇതിലേക്ക് പോകാം. സ്ക്രീൻഷോട്ട് എടുത്തു. ഇവ സെറ്റ്. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? ഇതേപോലെ തന്നെ 2 ക്വസ്റ്റ്യൻ പ്ലസ് മൈനസ് ഒരുമിച്ച് പഠിച്ചു പോവാണ്. 4 മൈനസ് 1/3 സോറി 4 പ്ലസ് 1/3 4 മൈനസ് 1/3 ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. 4ന്റെ താഴെ 1 ആണ് എന്ന് മനസ്സിലാക്കണം. ഒരു നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അതിന് താഴെ 1 ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്നുമില്ലെങ്കിൽ അതിന് താഴെ 1 ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്നിട്ടും ചെയ്ത് നോക്കിയേ. അപ്പൊ ആൻസർ സിമ്പിൾ. ഇതിനെ നമുക്ക് ഇങ്ങനെ പറയാം. 4 into 3 plus 1 into 1 താഴെ 1 into 3 ആണ്. അപ്പൊ ആൻസർ വരുന്നത് 12 plus 1 താഴെ 3 ആണ്. 12 plus 1 എന്ന് പറഞ്ഞാൽ എത്രയായി? 13/3 ആണ് ആൻസർ. രണ്ടാമത്തിന്റെ ആൻസർ നിങ്ങളൊന്ന് പറഞ്ഞേ. ഇതേ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്ലസിന് പകരം മൈനസ് ആവും. അപ്പോ 4/1 മൈനസ് 1/3 ആണ്. ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയേ. രണ്ടാമത്തും യെസ് 11/3 ആണോ നോക്കട്ടെ, എനിക്കറിയില്ല. ചെക്ക് ചെയ്യാം. 4 into 3 minus 1 into 1 താഴെ 1 into 3 ആൻസർ വരുന്നത് 12 minus 1/3 ശരിയാണ്. 11/3 കറക്റ്റ് ആൻസർ ആണ്. ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കാം. പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ് 4 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചു. പ്ലസ് മൈനസ് ഇൻറ്റു ഡിവൈഡ്. ഇനി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ 4 ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്യാം. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ കേട്ടോ. പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾക്ക് നോട്ടിലേക്ക് ഗ്രൂപ്പിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് തരുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഡോണ്ട് വറി. അടുത്തതിലേക്ക് പോവാം. ഇതുവരെ പറഞ്ഞതിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ഉള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. 5 plus 2/7 അതുപോലെ 5 minus 2/7 പിന്നെ 3 പിന്നെതാണ് അടുത്തത് 5 into 2/7 അടുത്തത് 5 divided by 2/7. ഈ 4 ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പെട്ടെന്ന് ചെയ്യാം. നമുക്കറിയാം 5ന് താഴെ 1 ആണ്. അപ്പൊ ഇതുവരെ പഠിച്ചതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 എണ്ണമാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ഇനി കുറച്ച് ഷോർട്ട് കട്ടുകള് ട്രിക്കുകള് ഒക്കെ പഠിക്കാൻ പോവാണ് ഈ ഭാഗത്ത് നിന്ന്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. യെസ് 4ന്റെയും ആൻസർ കിട്ടിയാ ഒന്ന് ടൈപ്പ് ചെയ്തോ. 4ന്റെ ആൻസർ 37/7 അങ്ങനെ ആൻസേഴ്സ് കിട്ടും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാലും മതി, പിന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി പറയാമോ? ഓക്കെ പറയാം. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പൊ ഈ 5ന്റെ താഴെ 1 ആണെന്ന് മനസ്സിലാക്കുക. ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ എത്രയുണ്ടാവുക? 35. ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. 2 ആണ്. താഴത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. 7 ആണ്. ആൻസർ കിട്ടുന്നത് 37/7 ആണ്. 37/7. രണ്ടാമത് നോക്കുക. ഇതിന് താഴെ 1 ഉണ്ട്. ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. 35 മൈനസ് ഇടുക. അങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. 2 ആണ്. താഴത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. 7 ആണ്. ആൻസർ കിട്ടിയത് 33/7 ആണ്. അടുത്ത നോക്കിയാൽ ഇതിന് താഴെ 1 ആണ്. മുകളിലത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. 5 into 2 ആണ്. താഴത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യുക. ആൻസർ വരുന്നത് 10/7. അടുത്ത നോക്കിയാൽ ഇതിന് താഴെ 1 ആണ്. മറിച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് അല്ലെ. അപ്പൊ 5/1 ഇൻറ്റു ഇത് മറിച്ചിടുമ്പോ 7/2 ആണ്. അപ്പൊ രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ മുകളിലത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ 35 ആണ്. താഴത്തെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്താൽ 2 ആണ്. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ പറയാമെന്ന് ചോദിച്ച സ്ഥിതിക്ക് ഇത് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു 4 ക്വസ്റ്റ്യൻ എക്സ്ട്രാ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. 4 ക്വസ്റ്റ്യൻ എക്സ്ട്രാ തരുന്നുണ്ട്. ഇതാ വരുന്നത്.
1 കേട്ടോളെ 1 അല്ല 10/11 plus 2/3 2 10/11 minus 2/3 3 10/11 into 2/3 4 10/11 divided by 2/3 സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഇനി ഷോർട്ട് കട്ട്സ് ട്രിക്സ് അടുത്ത ട്രിക്കുകളിലേക്ക് പോവാണ്. ഓക്കെ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഓക്കെ ഈ ചോദ്യങ്ങൾ പറയാൻ പോവാണ്. ഇനി നമ്മള് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്? ട്രിക്സ് ആണ്. ട്രിക്സ് ഇതിലുള്ള കുറച്ച് ട്രിക്ക് എന്ന് പറഞ്ഞാല് ഇതിന്റെ ഷോർട്ട് കട്ടിനാണ് ട്രിക്സ് എന്ന് പറയാം. ട്രിക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ 3/4 divided by 5/7 ഇത് മറിച്ചിട്ട് ഇൻറ്റു ചെയ്യാതെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം, അതിനാണ് നമ്മൾ ട്രിക്ക് എന്ന് പറയാം. ഇത് ഇങ്ങോട്ട് നേരെ കണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ എത്രയായി? 21. ഇത് നേരെ കണ്ട് ഇൻറ്റു ചെയ്യാം 20. അപ്പൊ ആൻസർ ആയി. ഒരു സ്റ്റെപ്പ് കുറച്ച് ചെയ്യാം, അതിനാണ് ട്രിക്ക് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഒന്ന് പറഞ്ഞു. രണ്ടാമത് നോക്കിയേ 3/7 divided by 2/5 ഇതൊന്നും ചെയ്തേ പെട്ടെന്ന്. ആ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നേരെ ആൻസർ എന്ന് പറഞ്ഞേ. ഡിവൈഡ് ചെയ്യാനുള്ള ട്രിക്ക് നേരെ ക്രോസിൽ അങ്ങോട്ട് ഇൻറ്റു ചെയ്ത് എഴുതിയാൽ ആൻസർ കറക്റ്റ് ആയി. ഓക്കെ യെസ് 15/14 ഒന്നുകൂടെ പറയട്ടെ, ഒന്നുകൂടെ പറയാം. ഓക്കെ 1/3 divided by 4/7 ട്രിക്ക് ഉപയോഗിച്ചൊന്ന് പറഞ്ഞേ. ട്രിക്ക് ഉപയോഗിച്ചൊന്ന് പറഞ്ഞേ. നേരെ ക്രോസ് ചെയ്താണ് ചെയ്താൽ മതി. 7 divided by 12. ഓക്കെ അടുത്ത് നോക്കിയേ, ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ 1/5 divided by 1/6 ഇതേപോലെ തന്നെ ക്രോസ് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും, പെട്ടെന്ന് കിട്ടും. അപ്പൊ ട്രിക്ക് മനസ്സിലായി. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനുള്ള ഈസി ട്രിക്ക് മനസ്സിലായി. ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. യെസ് കറക്റ്റ് ആണ്. നേരെ ആദ്യം കൂടി 6/5 ഓക്കെ കിട്ടി. ഇങ്ങനെ ഏതിന്റെയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആണെങ്കിൽ 2-3 കൂടെ വെറുതെ സാമ്പിളുകൾ പറയാം. ഇപ്പോ 4 അഞ്ചാമത്തെ ചോദ്യമാണ്. 4 divided by 1/7 അപ്പൊ ഇങ്ങനെ ഇതിന് ട്രിക്ക്, ഇതിന് താഴെ 1 ഉണ്ടല്ലോ, ഇതിന് താഴെ 1 ഉണ്ട്. അപ്പൊ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. എങ്ങനെയാവും വരിക? ഇതിന് താഴെ 1 ഉണ്ട്, അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ വരിക? ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 28 അല്ലേ? ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1 28/1 28/1 എന്ന് പറഞ്ഞാൽ 28 തന്നെ കിട്ടും. ഒന്നുകൂടെ പറയാം. നോക്കിക്കോ 6 divided by 1/3 എന്തായിരിക്കും വരിക? ചെയ്ത് നോക്കിയേ. വേറെ നോക്കി 7 divided by 4/5 ചെയ്ത് നോക്കിയേ. നേരെ തിരിച്ചും അതിന് താഴെ 1 ഉണ്ട് എന്ന് മനസ്സിലാക്കാം. 6/7 divided by 4 എന്താവും വരിക? നോക്കിയേ. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ ആ നമ്പർ ഒന്നുമില്ലാത്തതിന് താഴെ 1 ഉണ്ട്, എന്നിട്ട് ആ ട്രിക്ക് ആണ് ഉപയോഗിക്കാം. ഓക്കെ ആണോ? സിറ്റ് ആണോ? ട്രിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓക്കെ പറയാം. നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോവാം. ട്രിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ പറയുകയാണെങ്കിൽ അടുത്തതിലേക്ക് പോവാം. ഓക്കെ യെസ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇനി അടുത്തത് എന്താ വെച്ചാൽ, ഇനി കുറെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ സമയം ലാഭിക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ, അടുത്ത ട്രിക്ക് കേട്ടോളെ. ഇപ്പോ 1 + 200 divided by 345 അങ്ങനെ ചെയ്ത്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് ചെയ്ത് അങ്ങനെ ആക്കി ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എളുപ്പത്തിൽ ചെയ്യാനുള്ള ട്രിക്ക് എന്താ വെച്ചാൽ, താഴത്തത് അങ്ങനെ തന്നെ എഴുതാം. താഴെയുള്ളത് അങ്ങനെ തന്നെ എഴുതാം. മുകളിലുള്ളത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പറയാം. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര ഉണ്ടാവും? 545 ആൻസർ ആയി. താഴത്തത് അങ്ങനെ തന്നെ എഴുതാം, മുകളിലുള്ളത് രണ്ടും കൂടെ കൂട്ടിയിട്ട്. ഇത് 1 ആകുമ്പോഴാണ് 1 വരുമ്പോഴേ ഈ ഐഡിയ പറ്റുള്ളൂ. 1+ ആവുമ്പോ. ഇനി 1- ആണെങ്കിലോ, 1 - 200/345 ആണെങ്കിൽ ചെയ്യാനുള്ള ട്രിക്ക്
താഴത്തത് അങ്ങനെ തന്നെ ഇതാ. മുകളത്ത് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ കുറയ്ക്കാം, കുറച്ച് വെക്കാം. കുറച്ച് പോലെ എത്ര ഉണ്ടാവും? 145. ഇതാണ് 1 പ്ലസും 1 മൈനസിനുള്ള ട്രിക്ക്. 1 പ്ലസിനും 1 മൈനസിനുള്ള ട്രിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തൊക്കെ. അടുത്തത് കേട്ടോ, അടുത്തത് ചെയ്തൊക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് 1 പ്ലസ് 7/10. ഒന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കിയേ. 1 പ്ലസ് 7/10. 1 പ്ലസ് 7/10 ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയേ. നാലാമത്തെ 1 മൈനസ് 7/10 ചെയ്ത് നോക്കിയേ. അത് കഴിഞ്ഞ അഞ്ചാമത്തത് 1 പ്ലസ് 3/11 ചെയ്ത് നോക്കിയേ. ആറാമത്തത് 1 മൈനസ് 3/11 ചെയ്ത് നോക്കിയേ. ഓക്കെ ആണോ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ ആണോ? സെറ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇനി അടുത്ത ട്രിക്ക് പറഞ്ഞുതരാം. നെക്സ്റ്റ് ട്രിക്ക് പറഞ്ഞുതരാം. ഇത് വലിയ നമ്പറുകൾ കാണുമ്പോഴാണ് ഇതിന്റെ ഒക്കെ ഒരു സുഖം മനസ്സിലാവും. നോക്കിക്കോ, അടുത്തേക്ക് പോവാണ്, ശ്രദ്ധിച്ചോട്ടോ. അടുത്തതാ ഒരു നമ്പർ 3/4 ഡിവൈഡഡ് ബൈ 5/7 ഇങ്ങനെ വന്നു വിചാരിക്കോ. 3/4 ഡിവൈഡഡ് ബൈ 5/7. ഇത് ചെയ്യാൻ മറിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെ പോണതിന് പകരം ആദ്യം നമ്മൾ ഈ ദൂരമുള്ള രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. അപ്പൊ എത്രയായി? 21 ആയി. അത് കഴിഞ്ഞിട്ട് അടുത്തുള്ള രണ്ടര ഇൻറ്റു ചെയ്യാം. അപ്പൊ എത്രയായി? 4×5 20. അപ്പൊ ആൻസർ ആയി. അത്രേ ഉള്ളൂ. എങ്ങനെ? മുകളിലും താഴത്തുള്ളും കൂടെ ഇൻറ്റു ചെയ്യാം. അപ്പൊ 21. അടുത്തടുത്ത് തന്നെ രണ്ടും കൂടെ ഇൻറ്റു ചെയ്യാം. അപ്പൊ കിട്ടി. ട്രിക്ക് മനസ്സിലായോ? നോക്കാം. ഡിവൈഡ്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 4/5 ഡിവൈഡഡ് ബൈ 6/7 അല്ലെങ്കിൽ 6/7 ഇങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാ? ഒന്ന് ചെയ്ത് നോക്കിയേ. ഇതൊന്നും ചെയ്ത് നോക്കിയേ. ഇതിന് ആൻസർ എന്താ വരിക എന്നുള്ള ഈ ട്രിക്ക് ഉപയോഗിച്ചൊക്കെ. ദൂരം ഉള്ളത് ഏറ്റവും മുകളിലത്തെ ഏറ്റവും അടുത്തും കൂടെ ആദ്യം ചെയ്യാം, പിന്നെ നടുക്കത്ത് ചെയ്യാം. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? ഒന്ന് ടൈപ്പ് ചെയ്ത് പറഞ്ഞേ. ആൻസർ എത്ര വരുന്നത്? ഒന്ന് ടൈപ്പ് ചെയ്ത് പറഞ്ഞേ. എത്ര വരുന്നുണ്ട് നോക്കിയിട്ട് പറയും. 28/30. ഓക്കെ അല്ല? 28/30. രണ്ട് എക്സാമ്പിൾ കൂടെ പറയാം. അപ്പൊ ഇങ്ങനെ വരുന്നു. മൂന്നാമത്തെ ചോദ്യം 1/3 ഡിവൈഡഡ് ബൈ 2/5. ഇതെന്താ കിട്ടുക നോക്കിയേ. ഇൻറ്റു ചെയ്യണം അല്ലെ? എന്താ കിട്ടുക? ആൻസർ എന്താ കിട്ടുക നോക്കിയേ. നാലാമത്തെ ഒരു ചോദ്യം കൂടെ തരാം. 1/4 ഡിവൈഡഡ് ബൈ 1/7. ഇതുകൊണ്ട് ചെയ്ത് നോക്കിയേ. അപ്പൊ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണു. സ്വന്തമായിട്ട് ചെയ്യാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ട്രിക്ക് മനസ്സിലാക്കി ഓക്കെ പറയാം, സെറ്റ് പറയാം. അപ്പൊ 1 പ്ലസ് 1 മൈനസ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. സ്ക്രീൻ ഷെയറിങ് ആരോ ഒരാൾ കളിച്ചല്ലോ. സ്ക്രീൻ ഷെയറിങ് ചെയ്യരുത് മക്കളെ, പ്ലീസ്. ആരാണ്? ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ ഇതൊന്ന് റെഡിയായോ? ഓക്കെ അല്ലേ? കറക്റ്റ് ആണ്. 7/4 കറക്റ്റ് ആൻസർ. ഇങ്ങനെ നമുക്ക് കുറെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ കേട്ടോ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോട്ടെ. സ്ലൈഡ് ഒഴിവാക്കട്ടെ. ഓക്കെ, റെഡി. അതിന് പെർസെന്റേജ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പെർസെന്റേജ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, പിന്നെ 80ന്റെ 20%. 80% ഓഫ് 20% ഓഫ് 80. 80ന്റെ 20%. 80ന്റെ 20% എത്രയാണ്? ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്താ വെച്ചാൽ 80ന്റെ 20% ഇങ്ങനെയാണ് എഴുതാം. 80ന്റെ 20%. 20% ഓഫ് 80. അപ്പൊ ആൻസർ നമുക്ക് കിട്ടി
ഇത് 1600 അല്ലെ, താഴെ വരുന്നത് 100 ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച ട്രിക്ക് ഉപയോഗിച്ചിട്ട് അതിൽ 0 അങ്ങോട്ട് കട്ട് ചെയ്യാം. 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 16/1 60. പെർസെന്റേജ് ഇങ്ങനെ കാണും. ഒരു ചോദ്യം കൂടെ തരാം. പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. 25% of 60. 60ന്റെ 25% എത്രയാണ്? 60ന്റെ 25% എത്രയാണ്? അപ്പൊ നമുക്കറിയാം ആൻസർ എങ്ങനെ എഴുതാം. 60ന്റെ 25% എത്ര? ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യണം. ഏത്? 60ഉം 25 ഇൻറ്റു ചെയ്യണം. താഴെ 100 എഴുതണം. അപ്പൊ 6, അപ്പൊ ഇത് എത്ര കിട്ടുന്നത്? ഇൻറ്റു ചെയ്ത് നോക്കട്ടോ. 6 25 150. 1500/100 എന്ന് വരും. 0 അങ്ങോട്ട് കട്ട് ചെയ്താൽ 15 കിട്ടും. ഇങ്ങനെയാണ് ഇത് ചെയ്യുക. പേഴ്സന്റ് കണ്ടുപിടിക്കുക. എങ്ങനെ? ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. അപ്പൊ 1-2 എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാറും. നോക്കാം. സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ വെച്ചാൽ മതി. ഒരു എക്സാമ്പിൾ കേട്ടോ. 50% of 90. ഇങ്ങനെ വന്നു. 50% of 90. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി ട്രിക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത് പറഞ്ഞതാണ്. ആദ്യം ഇതൊന്ന് ചെയ്യാം. 50% of 90. 90ന്റെ 50%. അപ്പൊ ആൻസർ 9 into 5 എത്രയാ? 45 അല്ലെ? 4500/100. അപ്പൊ ആൻസർ 45 കിട്ടും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ട്രിക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. രണ്ടിലും 0 വരുന്നുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് 50% of 90 കണ്ടുപിടിക്കാനുള്ള മാർഗം 2 0 അങ്ങോട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് നേരെ അങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. അല്ലേ? അങ്ങനെ ചെയ്താൽ മതി. ആൻസർ ഷോർട്ട് കട്ട് ട്രിക്ക് ഇതാണ്. ട്രിക്ക് ഇങ്ങനെയാണ്. രണ്ടിലും 0 ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0 ആണ് കട്ട് ചെയ്യാൻ നേരെ ഇൻറ്റു ചെയ്യാം. എങ്ങനെ? ഒന്നുകൂടെ ഒരു ചോദ്യം കൂടെ തരാം. 20% of 70. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? 2 0 കട്ട് ചെയ്യണം. എവിടുന്നായാലും കുഴപ്പമില്ല. 2 0 കട്ട് ചെയ്യണം. 2 0 കട്ട് ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. 2 0 കട്ട് ചെയ്തു, ബാക്കിയുള്ള ഇൻറ്റു ചെയ്തു. 2 0 കട്ട് ചെയ്തു, ബാക്കിയുള്ള ഇൻറ്റു ചെയ്തു. ആൻസർ എത്രയാ? 2 0 കട്ട് ചെയ്തു, ബാക്കിയുള്ള ആൻസർ 40. അല്ലേ? അയ്യവാ. ഒന്നുകൂടെ പറയാം. 1-2 കൂടെ നോക്കിയേ. അടുത്തത് 40% of 90. 40% of 90. 2 0 കട്ട് ചെയ്യാം, ബാക്കിയുള്ളത് ഇൻറ്റു ചെയ്യാം. 2 0 കട്ട് ചെയ്യാം, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. 2 0 കട്ട് ചെയ്യാം, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. 2 0 കട്ട് ചെയ്തു, ആൻസർ 36. ഇനി ഇങ്ങനെ തന്നു വിചാരിച്ചോ. 3% of 700. 3% of 700. ഇപ്പോഴും അതേപോലെ തന്നെ 2 0 കട്ട് ചെയ്യാം, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. 2 0 കട്ട് ചെയ്യാം, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. ഉണ്ടോ? അല്ലെ? 2 0. അതിൽ കൂടുതൽ 0 ഉണ്ടെങ്കിൽ 2 കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് 40% of 7000. അപ്പൊ എന്താ ചെയ്യാ? 2 0 കട്ട് ചെയ്യാ, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. എവിടുന്നായാലും കുഴപ്പമില്ല. 2 0 കട്ട് ചെയ്യാ, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. 2 0 കട്ട് ചെയ്യാ, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. അപ്പൊ ആൻസർ എത്രയാ? 2 0 കട്ട് ചെയ്യാ, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. അതാണ് പെർസെന്റിനുള്ള മാർഗം. ഒന്നുകൂടെ പറയാം. 15% of 9000. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. 15% of 9000. 2 0 കട്ട് ചെയ്യാ, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. 2 0 കട്ട് ചെയ്യാ, ബാക്കിയുള്ള ഇൻറ്റു ചെയ്യാം. അപ്പൊ ആൻസർ 15 into 90 നോക്കിയാൽ ആൻസർ കറക്റ്റ് ആയിരിക്കും.
ഓക്കെ. ഇനി നമ്മൾ വേറെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. പെർസെന്റുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം പറയാം. ഈ ഡിസ്കൗണ്ട് എന്നൊക്കെ കേട്ടില്ല ഞങ്ങള്? ഒരു ഉദാഹരണത്തിന് ചില കടയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും buy 3 get 2 free. അങ്ങനെ എഴുതിണ്ടാവും buy 3 get 2 free. ഇങ്ങനെ കാണാം, buy 3 get 2 free. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടിയെന്നുള്ള ഇതാണ് ചോദ്യം. ഒരു കടയിൽ എഴുതി വെച്ചിങ്ങനെയാണ് buy 3 get 2 free. 3 എണ്ണം വാങ്ങുമ്പോ 2 എണ്ണം ഫ്രീ കിട്ടിയെന്ന്. 3 എണ്ണം വാങ്ങുമ്പോ 2 എണ്ണം ഫ്രീ കിട്ടിയെന്ന്. അപ്പൊ ഇത് ചെയ്യേണ്ട ആൻസർ ആർക്കെങ്കിലും അറിയാം? 3 എണ്ണം വാങ്ങുമ്പോ 2 എണ്ണം ഫ്രീ കിട്ടി. എന്നാ മനസ്സിലാക്കിക്കോളി, 3 എണ്ണം വാങ്ങുമ്പോ 2 എണ്ണം ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞാല് ആകെ നമ്മൾ എത്ര നമ്മളെ കയ്യിൽ കിട്ടി? ആകെ എത്ര നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്? ആകെ എത്ര കിട്ടിയത്? 5 എണ്ണം കിട്ടിയത്. അതിൽ എത്രണ്ണം ഫ്രീ ഉള്ളതാ? 2 എണ്ണം ഫ്രീ ഉള്ളതാണ്. അപ്പൊ ഇതാണ് ഇത്രയും പെർസെന്റ്, ഇതാണ് അതിന്റെ ആൻസർ. 3 എണ്ണം വാങ്ങുമ്പോ 2 എണ്ണം ഫ്രീ കിട്ടി, അതായത് 5 എണ്ണത്തിൽ 2 എണ്ണം ഫ്രീ ആണ് എന്നർത്ഥം. ഇതാണ് അതിന്റെ ഡിസ്കൗണ്ട് പെർസെന്റ്. എത്ര ഉണ്ടാവും നോക്കിയേ, എത്ര പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട്? അപ്പൊ നമുക്കറിയാം എത്ര പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് നോക്കാം. ഇൻഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തോ. ഇതിനെങ്ങനെ പറഞ്ഞോണ്ട് 200 ബൈ 5%. 200 ബൈ 5 എത്രയാ? 40%. 40%. 40% ഡിസ്കൗണ്ട് ഉണ്ട്. 40% ഡിസ്കൗണ്ട് ഉണ്ട്. ഒന്നുകൂടെ പറയട്ടെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞിട്ടെ. അടുത്ത് നോക്കിക്കോ. അടുത്തിങ്ങനെ buy 4 get 1 free. എത്ര ശതമാനം ഉണ്ടാവും ഡിസ്കൗണ്ട് പെർസെന്റേജ്? അതിന്റെ ഡിസ്കൗണ്ട് പെർസെന്റ് എത്ര ഉണ്ടാവും? ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്ര ഉണ്ടാവും? ഡിസ്കൗണ്ട് പെർസെന്റേജ് എത്ര ഉണ്ടാവും? എങ്ങനെ? buy 4 get 1 free. 4 എണ്ണം വാങ്ങുമ്പോൾ 1 ഫ്രീ കിട്ടി. അപ്പൊ ആകെ നമ്മളെ കയ്യിൽ എത്ര എണ്ണം വന്നു? 5 എണ്ണം വന്നു. അതിന് ഫ്രീ ഉള്ള എത്ര എണ്ണം? 1 ആണ്. അപ്പൊ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എത്ര ശതമാനമാണ്? എത്ര ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും? എത്രയുണ്ടാവുക? എത്രയാണ്? സിമ്പിൾ ആണ്. എങ്ങനെ? ആൻസർ 100/5. ആൻസർ 20%. 20% എന്ന് കിട്ടി. 20% ആണ് നമുക്ക്. കാരണം 20% ഓഫർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി, ഒന്നുകൂടി. ഇപ്പൊ വേറെ എക്സാമ്പിൾ നോക്കിക്കോ. buy 7 get 3 free. ഓക്കെ, 7 എണ്ണം വാങ്ങിയ 3 എണ്ണം ഫ്രീ. ഡിസ്കൗണ്ട് പെർസെന്റ് എത്രയാ? ഡിസ്കൗണ്ട് പെർസെന്റ് 7 എണ്ണം വാങ്ങിയാൽ 3 എണ്ണം ഫ്രീ. ഡിസ്കൗണ്ട് പെർസെന്റ് എത്രയാ നോക്കിയേ? 7 എണ്ണം വാങ്ങിയ 3 എണ്ണം. അപ്പൊ ആൻസർ വരുന്നത് 10 എണ്ണം നമ്മളെ കയ്യിലെത്തി, അതിൽ 3 എണ്ണം ഫ്രീ ഉള്ളതാണ്. അപ്പൊ ആൻസർ ഇതാ ഇങ്ങനെ വരും. എങ്ങനെയാ? എത്രയാ? 300/10. ആൻസർ എത്രയാണ്? 30%. 30%. ഒറ്റ ചോദ്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1-2 ക്വസ്റ്റ്യൻ തരാം. നോക്കിക്കോ. ഒന്നിതാണ് buy 3 get 1 free. അപ്പൊ ഡിസ്കൗണ്ട് പെർസെന്റ് എത്ര നോക്കാം? ഇതൊരു ചോദ്യം. buy 3 get 1 free. അടുത്തത് buy 5 5 എണ്ണം വാങ്ങി get 3 free. 3 എണ്ണം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെന്റ് എത്രയെന്ന് കണ്ടുപിടിക്കാം. ഒരു ചോദ്യം കൂടെ പറയാം. buy 6
ഗെറ്റ് ഫോർ ഫ്രീ. 4 ഉണ്ടാവും. 6 വാങ്ങിയാൽ 4 ഫ്രീ. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് പെർസെന്റ് എത്രയാണ്? ഡിസ്കൗണ്ട് പെർസെന്റ് എത്രയാണ്? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. കൂട്ടത്തില് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലാസ്റ്റ് ചെറിയൊരു ട്രിക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങളോട് പറയാണ്, 1 മുതൽ 1, 2, 3 ഇങ്ങനെ 100 വരെ കൂട്ടാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. എത്ര വരെ? 100 വരെ കൂട്ടാൻ പറഞ്ഞു. 99, 100 വരെ. ഇതിനൊരു ട്രിക്ക് ഉണ്ട്. എന്താണെന്നറിയോ? ആദ്യത്തെ അവസാനത്തും കൂടെ കൂട്ടാം. അപ്പൊ 101 കിട്ടും. അടുത്ത് ഇത് രണ്ടും കൂടെ കൂട്ടാം. ഇങ്ങനെ ജോഡിയാക്കി കൂട്ടിയാൽ 50 ജോഡി കിട്ടും നമുക്ക്. 100 നമ്പർ ഉള്ളതുകൊണ്ട് 50 എണ്ണം കിട്ടും. ഏത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാ നോക്കാം. എത്ര? 101. എത്രയാ? 101 50 പ്രാവശ്യം ഉണ്ടാവും. 101 50 പ്രാവശ്യം ഉണ്ടാവും. അപ്പൊ ആൻസർ 5050 എന്ന് കിട്ടും. ഓരോന്ന് എഴുതാതെ കൂട്ടാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുകയാണ് 1, 2, 3 ഇങ്ങനെ 20 വരെ കൂട്ടാനുള്ള ട്രിക്ക് എത്ര ജോഡി ഉണ്ടാവും നോക്കുക. ഇതിന്റെ പകുതി എണ്ണം ജോഡിയാ ഉണ്ടാവുക. പകുതി എണ്ണം പറഞ്ഞാൽ 10 ജോഡി ഉണ്ടാവും. ഇത് ആദ്യത്തെ അവസാനത്ത് കൂടി കൂട്ടിയാൽ 21. ആൻസർ 210 ആയിരിക്കും. ഇത് മനസ്സിലായാൽ ഇനിയാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ തരുന്നത്. ശ്രദ്ധിച്ചോളി. ഇതാണ് ക്വസ്റ്റ്യൻ, ശ്രദ്ധിച്ചോ. 1, 2, 3 ഇങ്ങനെ 40 വരെ കൂട്ടിയാൽ എന്ത് കിട്ടും? രണ്ടാമത്തത് 1 + 2 + 3 ഇങ്ങനെ 30 വരെ കൂട്ടിയാൽ എന്ത് കിട്ടും? 3 1 + 2 + 3 എക്സെട്ര ഇങ്ങനെ 10 വരെ കൂട്ടിയാൽ എന്ത് കിട്ടും? 4 1 + 2 + 3 ഇങ്ങനെ 200 വരെ കൂട്ടിയാൽ എത്ര കിട്ടും? ലാസ്റ്റത്തത് 1 + 2 + 3 എക്സെട്ര ഇങ്ങനെ 1000 വരെ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇത് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ആൻസർ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9846875829. ശരി ഉത്തരം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഞാൻ അവസാനിപ്പിച്ചു. ഓക്കെ, അവസാനിപ്പിച്ചു കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ.